ഇന്നൊരു മിനി വ്ളോഗാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BEdന് അപ്ലൈ ചെയ്യാൻ പോയ കുറച്ച് വിശേഷങ്ങൾ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇറങ്ങിയപ്പോൾ തന്നെ 11 മണിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കഫേക്ക് വിട്ടു. യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും സൈറ്റ് ബ്ലോക്ക് ആവാം. അങ്ങനെ ഫസ്റ്റ് എൻ്റെ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. ഞങ്ങൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്ന് രണ്ടാളുടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമയം 2 മണിയായി. അപ്പത്തിന് നല്ലോണം വിശക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കില്ല, നേരെ തൊട്ടടുത്തുള്ള രുചിയിൽ കയറി നല്ല ചൂട് പത്തിരിയും പൊറോട്ടയും ചില്ലി ചിക്കൻ അങ്ങോട്ട് കഴിച്ചു. ഓള് പൊറോട്ടയാണ് കഴിച്ചേ. പിന്നെ ഫുഡിനെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു വാച്ചുകടയിൽ പോയി. അവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു ബേക്കറി ഉണ്ട്. വെറുതെ അവിടെ പോയിരുന്ന് കത്തിരിക്കും. ചേലക്കര പോയി അവിടെ കയറാതെ ഞങ്ങൾ തിരിച്ചു പോവേയില്ല. യൂട്യൂബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ആളെന്നെ കളിയാക്കിയിരുന്നു. എന്നാൽ പിന്നെ നീ എന്നെയും കൂടി വൈറലാക്കുന്നും പറഞ്ഞ് മാംഗോ ഷേക്ക് അടിക്കുന്ന വീഡിയോ എന്നെയും കൊണ്ട് ഇടിപ്പിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. വാവ്, വാട്ട് എ ഫ്രണ്ട്ലി മാൻ. RR ബേക്കറി എന്നാണ് ഓരുടെ കടയുടെ പേര്. ഇതാണ് നമ്മുടെ യങ് ഓണേഴ്സ്. ഇക്കാൻ്റെ മക്കളാണ്. നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ RR ബേക്കറി. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നേരെ ഒരു ഫാൻസി കട കയറി. ഇവരും നമ്മുടെ സ്വന്തം ചേച്ചിമാരാണ്. പിന്നെ എവിടെയെങ്കിലും ഒരു മിറർ കണ്ട അപ്പ ചാടി കയറി വിക്കെടുക്കണം. അതൊരു മാൻഡേറ്ററി പോസ് ആണല്ലോ. അപ്പൊ കുറച്ചു നേരം അവിടെ ഇരുന്ന് പട്ടിഷോ. ദെൻ ചേലക്കര കൂടെ കുറച്ചു നേരം തെണ്ടി നടന്ന് നേരെ ചൈന ബസാറിൽ കയറി. ഒന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ ഒന്ന് കയറി വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഒന്നും വാങ്ങുന്നൊന്നില്ലെങ്കിലും കാര്യമായിട്ട് എല്ലാം നോക്കി നടന്ന് വീണ്ടും മിറർ എന്നൊരു പോസാവും. എല്ലാം കഴിഞ്ഞപ്പത്തിന് 5 മണി. അപ്പോഴേക്കും വീണ്ടും വിശക്കൂലോ, സ്വാഭാവികം. പിന്നെ നേരെ ഞങ്ങളുടെ ബജ്ജിക്കട കയറി നല്ല ചൂട് കായ ബജ്ജിയും കട്ടൻ ചായയും കുടിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.